യാഥാർത്ഥ്യബോധമില്ലാത്ത പല കാര്യങ്ങളും ഈ ബജറ്റിലുണ്ട്. സൂര്യനെക്കുറിച്ച് പറയുന്നത് നല്ലതാണ്. കാരണം സൂര്യൻ എന്ന പേരിൽ ചില വാഴ്ത്തുപാട്ടുകളൊക്കെ വന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ സൂര്യോദയ സമ്പദ്ഘടന എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടന ആ രീതിയിലായിരിക്കുന്നത് അല്ലെങ്കിൽ ആക്കാൻ പോകുന്നത്? 3 ലക്ഷം കോടി എന്ന് പറയുന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. കേട്ടാൽ മാത്രം പോരല്ലോ, ആ കോടി ഇങ്ങ് വരികയും വേണം. പ്രോജക്റ്റ് ഔട്ട്ലൈൻ വേണം, ഒരു ബ്ലൂ പ്രിന്റ് വേണം. ആ ബ്ലൂ പ്രിന്റ് ഈ ബജറ്റിൽ ഇത്രയും പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ബ്ലൂ പ്രിന്റ് ഈ ബജറ്റിലില്ല. കുറേ ആഗ്രഹങ്ങളാണ്, ആശകളാണ്. ആശ മാത്രം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ, അത് ജനത്തിന് നിരാശ, ആ രീതിയിലേക്ക് പോകും. ക്ഷേമ പെൻഷന്റെ കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, നേരത്തെയുള്ള കുടിശ്ശിക അത് കൊടുത്തു തീർക്കുന്നതിനായുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കും എന്നത് മാത്രമാണ് ബജറ്റിൽ പറയുന്നത്. സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ എതിരാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷമൊക്കെ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിനിടയിൽ പറഞ്ഞു പോവുകയാണ്. പക്ഷേ സാധാരണക്കാരെ അടുപ്പിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതേ ധനമന്ത്രിക്ക് അറിയാമല്ലോ. ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ എവിടെ പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പെൻഷൻ പദ്ധതി, അതിനായി പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുകയാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക്, അതായത് മുൻപുണ്ടായിരുന്ന ഓൾഡ് സ്കീമിലേക്ക് തിരിച്ചു പോവുകയല്ല, പക്ഷേ പുതിയ സ്കീമിലേക്ക് വരാൻ പോകുന്നു എന്ന സൂചന നൽകുന്നു. എന്നാൽ എന്തായിരിക്കും ആ പുതിയ സ്കീം എന്നുള്ളത് ഇനിയും പഠിക്കണം. അതായത് ഒരു പ്രതീക്ഷ നൽകുകയാണ്. 3 ലക്ഷം കോടി കൊണ്ടുവരുന്നു, പങ്കാളിത്ത പെൻഷന് പകരം പുതിയ സ്കീം കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ആളുകൾക്കുണ്ടായിരുന്ന അനിശ്ചിതത്വം, ജീവനക്കാർ വലിയ രീതിയിൽ ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇത് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തുടർ പരിശോധനയ്ക്കായി ഒരു 3-അംഗ സമിതിയെ നിയോഗിക്കുന്നു എന്നൊരു പ്രഖ്യാപനമല്ലല്ലോ ഒരു ബജറ്റിൽ വേണ്ടത്. ജീവനക്കാർക്ക് എന്താണ് ആവശ്യം? അവർക്ക് അവരുടെ തുകയ്ക്ക്, അവർ സമ്പാദിക്കുന്ന പണത്തിന് സുരക്ഷിതത്വം നൽകുന്ന ഒരു പദ്ധതിയാണ് അവർക്ക് ആവശ്യം. അതേക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഇന്നത്തെ ബജറ്റിൽ വേണ്ടത്. മറ്റു സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ചായിരിക്കും ഇനി മാറ്റം. അതോടൊപ്പം തന്നെ ഈ DA കുറിച്ച് പറഞ്ഞല്ലോ, DAയിലെ ഒരു ഗഡു മാത്രമാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡുവാണ് കൊടുക്കുന്നത്. എടുത്തു പറയാൻ മാത്രം ആന കാര്യമൊന്നുമില്ല. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് പ്രഖ്യാപനങ്ങളായി അവശേഷിക്കുന്നു എന്ന് പറയുന്ന ആ ചീത്തപ്പേര് മാറ്റാൻ ഇക്കുറിയെങ്കിലും ധനമന്ത്രി KN ബാലഗോപാലിന് കഴിയണം. സ്വകാര്യ നിക്ഷേപം വരുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നയം മാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ നയം മാറുമ്പോഴേക്കും അത് കൃത്യമായി നന്നായി നടപ്പാക്കിയ ഇടങ്ങളുണ്ട്. അതുപോലെ നടപ്പാക്കാനുള്ള ആർജവും കൂടി കാണിക്കണം. കാരണം നേരത്തെ ആട്ടിയകറ്റിയതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ. അപ്പോൾ ആ മോഡൽ